ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 24-ാം അധ്യായം 31-ാം വാക്യം. അവരോടൊപ്പം താമസിക്കാൻ കയറിയപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു, അവർ ഈശോയെ തിരിച്ചറിഞ്ഞു. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ ദീർഘ വഴിയാത്ര നടന്ന് താമസിക്കാനായി ഒരു വീട്ടിൽ കയറിയപ്പോൾ അവരുടെ കൂടെ യാത്ര ചെയ്ത സഹയാത്രികനായ ഈശോയെയും വിളിക്കുകയും ഈശോ അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അപ്പമെടുത്ത് മുറിച്ച് അവർക്ക് കൊടുത്തതുമാണ് ഇന്നത്തെ ഈ വചനഭാഗത്തിൻ്റെ പശ്ചാത്തലം. ആ അപ്പം സ്വീകരിച്ചപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു, അവർ ഈശോയെ തിരിച്ചറിഞ്ഞു. ഈശോയെ എല്ലായിടത്തും എല്ലാവരിലും തിരിച്ചറിയാൻ, കാണാൻ നമ്മളെ സഹായിക്കുന്നത് ഉദ്ധിതനായ ഈശോ വിളമ്പിത്തരുന്ന ഭക്ഷണം സ്വീകരിക്കുന്നത് വഴിയാണ്. ആ ഭക്ഷണം വിശുദ്ധ കുർബാനയാണ്. ദൈവം ആദ്യം ഒരു സൃഷ്ടികർമ്മം നടത്തി. നമ്മൾ ബൈബിളിൽ ഒരു സംഭവം കാണുന്നു. അന്ധനായ ഒരു മനുഷ്യനെ ഈശോ സുഖപ്പെടുത്തുന്നു. ആദ്യം ഒന്ന് തൊട്ടപ്പോൾ അവൻ പകുതി കാഴ്ച നേടി. മനുഷ്യരെ കാണുന്നു, മരങ്ങളെപ്പോലെ ഇരിക്കുന്നുവെന്ന് അവൻ പറഞ്ഞു. ഈശോ രണ്ടാമതൊന്നുകൂടി തൊട്ടപ്പോൾ അവന് പൂർണ്ണ സൗഖ്യം കിട്ടി. അവനെല്ലാം വ്യക്തമായി കണ്ടു. നമ്മളെയും ഈശോ സൃഷ്ടിച്ചപ്പോൾ ഒരുപക്ഷെ പാപം ചെയ്ത് നമ്മുടെ കാഴ്ചയും നമ്മുടെ ഭംഗിയുമൊക്കെ ഭാഗികമായി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓരോ പ്രഭാതത്തിലും അവൻ നമ്മെ വീണ്ടും തൊടുന്നതും രണ്ടാമതൊരു സൃഷ്ടി നടത്തുന്നതുമാണ് ഓരോ ദിവസത്തെയും വിശുദ്ധ കുർബാനകൾ. വിശുദ്ധ കുർബാനയിൽ ഈശോയെ സ്വീകരിക്കുമ്പോൾ നമുക്ക് ഈശോയെ തിരിച്ചറിയാൻ പറ്റുന്നു. നമ്മുടെ കണ്ണുകൾ തുറക്കുന്നു. മറ്റുള്ളവരിൽ നമുക്ക് ഈശോയെ തിരിച്ചറിയാൻ പറ്റുന്നു. അവർ മരങ്ങളല്ല, മനുഷ്യരാണ്, സഹോദരങ്ങളാണ് എന്ന ബോധ്യം കിട്ടുന്നു. വിശുദ്ധ കുർബാന സ്വീകരണങ്ങൾ ഒഴിവാക്കുമ്പോൾ നമ്മുടെ കണ്ണിനെ ഒരു മൂടുപടലം വന്നിരിക്കുന്നത് നമ്മൾ മാറ്റാൻ തയ്യാറാകാതിരിക്കുകയാണ്. അതുകൊണ്ട് വിശുദ്ധ കുർബാന അവസരങ്ങളും വിശുദ്ധ കുർബാന സ്വീകരണ അവസരങ്ങളും നമുക്കൊരിക്കലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായി പരിശ്രമിക്കാം. ഉയർത്തെഴുന്നേറ്റ ഈശോ വിളമ്പിത്തരുന്ന വിരുന്നാണ് വിശുദ്ധ കുർബാന. ആ വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഉയർത്തെഴുന്നേറ്റ ഈശോയെ അനുഭവിക്കുന്നു, കാണുന്നു. അതോടൊപ്പം നമ്മുടെ സഹോദരങ്ങളെയും ഈ ലോകത്തെയും വ്യക്തമായി കാണുന്നു. നമ്മുടെ കണ്ണുകളും തുറക്കട്ടെ. നമ്മളും എല്ലായിടത്തും ഈശോയെ തിരിച്ചറിയട്ടെ. ആമേൻ.